നാഗകന്യക 70 എപ്പിസോഡ് 47ലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടർന്ന് രാധിക തിരിഞ്ഞ് ആര്യമിനെ നോക്കുമ്പോൾ ആര്യമിൻ, ഇതാണോ രാധിക? ആദർശിന്റെ ന്യൂസ് പേപ്പർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് നീ അപരയോട് ഇവിടെ താമസിക്കാൻ പറഞ്ഞത്. നിനക്കറിയാം എനിക്ക് അവളുടെ മുഖം കാണുന്നത് പോലും ഇഷ്ടമല്ല എന്ന്. അത് അറിഞ്ഞിട്ടും നീ ഇതെല്ലാം ചെയ്തില്ലേ എന്ന് ദേഷ്യത്തോട് ചോദിക്കുകയാണ് ആര്യമ്മൻ. അത് കേൾക്കുന്ന രാധിക ആര്യമിന്റെ രണ്ട് കൈയിലും പിടിച്ചിട്ട് ആര്യമ്മനോട്, അവളുടെ ഹസ്ബൻഡ് ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിൽ അപരയെ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയത് നമ്മൾ കണ്ടതല്ലേ. കുറച്ച് ദിവസത്തേക്ക് ആര്യമ്മൻ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് ആര്യമിന്റെ ദേഷ്യം കുറയ്ക്കാൻ നോക്കുകയാണ് രാധിക. എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല. നിനക്ക് തോന്നുന്നത് എന്താണോ അത് നീ ചെയ്താൽ മതി. ഞാൻ എക്സർസൈസ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ആര്യമൻ അവിടെ നിന്ന് പോകുന്നു. ആര്യമൻ പോകുന്നത് കാണുന്ന രാധിക ചിരിച്ചുകൊണ്ട് ആര്യമൻ പോകുന്നത് നോക്കി ഓക്കെ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ്. ശേഷം ആര്യമൻ എക്സർസൈസ് ചെയ്യുകയാണ്. ആര്യമൻ എക്സർസൈസ് ചെയ്യുന്നത് ദൂരെ നിന്ന് നോക്കി നിൽക്കുന്നത് കാണുന്ന രാധിക ആര്യമനെ നോക്കി സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഡ്രാഗണെ മാത്രമല്ല ഒരു നാഗകന്യകയെയും ആകർഷിക്കുന്ന രീതിയിൽ എന്തോ നിന്നിലുണ്ട് ആര്യമൻ എന്ന് പറഞ്ഞ് ആര്യമിനെ നോക്കി സന്തോഷത്തോടെ നിൽക്കുകയാണ് രാധിക. മറുവശത്ത് അഹാന ആദർശിനെ വിളിച്ചിട്ട് ചേട്ടന്റെ ജോലി തുടങ്ങിക്കൂ എന്ന് പറയുകയാണ്. ഈ സമയം ആര്യമിന് ഒരു ഫോൺ കോൾ വരുന്നു. അത് ആദർശായിരുന്നു. ആദർശ് ആര്യമിനോട് അത്യാവശ്യമായി ഓഫീസിലേക്ക് വരണം, ഒരു കാര്യം ആര്യമിന് കാണിച്ചു തരാനുണ്ടെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന ആര്യമിൻ അപ്പോൾ തന്നെ അവിടെ നിന്ന് പോകുന്നു. ഈ സമയം അഹാന ആര്യമിൻ എക്സർസൈസ് ചെയ്യുന്ന സ്ഥലത്ത് വരികയാണ്. ആര്യമിൻ അവിടെ നിന്ന് പോയത് അറിയാതെ രാധിക ആര്യമിന്റെ അടുത്തേക്ക് പോവുകയാണ്. മറുവശത്ത് ഫാണി രൂപം മാറി ആര്യമിനാകുന്നു. എന്നിട്ട് ഫാണി ആര്യമിൻ നേരത്തെ എക്സർസൈസ് ചെയ്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ആര്യമിനും അഹാനയും പരസ്പരം നോക്കി പുഞ്ചിരിച്ച് നിൽക്കുകയാണ്. ഇതെല്ലാം അഹാനയുടെയും ഫാണിയുടെയും പ്ലാനാണ്. ആ സമയം അവിടേക്ക് രാധിക വരുന്നു. രാധിക വരുമ്പോൾ കാണുന്നത് അഹാന ആര്യമിൻ എക്സർസൈസ് ചെയ്യുന്നത് നോക്കി നിൽക്കുന്നതാണ്. അത് കണ്ട് ദേഷ്യം വരുന്ന രാധിക അഹാനയുടെ അടുത്ത് പോയിട്ട് അഹാനയോട് ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് ചോദിക്കുകയാണ്. അകത്തിരുന്നപ്പോൾ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി, അതാണ് പുറത്തു വന്നതെന്ന് പറയുകയാണ് അഹാന. ഇപ്പോൾ മഴ വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അകത്തേക്ക് പോകുന്നതാണ് നല്ലതെന്ന് രാധിക പറയുന്നത് കേൾക്കുന്ന അഹാന അവിടെ നിന്ന് പോകുന്നു. അഹാന പോകുന്നത് കാണുന്ന രാധിക ആര്യമിനെ നോക്കുകയാണ്. ആര്യമിന്റെ ഹൃദയത്തിൽ ഒരു സ്ഥാനം നേടിയെടുക്കാൻ ഇത് നല്ലൊരു അവസരമാണെന്ന് മനസ്സിൽ പറഞ്ഞ് രാധിക നിൽക്കുമ്പോൾ അവിടെ മഴ പെയ്യുകയാണ്. അവിടെ ആര്യമിനെ നിൽക്കുന്നത് ഫാണിയാണ്. ഈ കാര്യം രാധികയ്ക്ക് അറിയില്ല. രാധിക മഴ നനഞ്ഞുകൊണ്ട് ആര്യമിന്റെ അടുത്ത് നിന്ന് ഡാൻസ് ചെയ്യുകയാണ്. ആര്യമിൻ രാധിക ഡാൻസ് ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് നോക്കുകയും എക്സർസൈസ് ചെയ്യുകയും ചെയ്യുകയാണ്. ഡാൻസ് ചെയ്യുന്ന രാധികയെ മൈൻഡ് ചെയ്യാതെ ആര്യമിൻ അവിടെ നിന്ന് പോകുന്നു. ആര്യമിൻ മൈൻഡ് ചെയ്യാതെയും ഒന്നും പറയാതെയും പോയതിൽ വിഷമിച്ച് നിൽക്കുകയാണ് രാധിക. അപ്പോൾ അവിടെ അടുത്തായി വരുന്ന അഹാന രാധിക വിഷമിച്ച് നിൽക്കുന്നത് കാണുന്നു. അത് കാണുന്ന അഹാന അവിടെയുള്ള ഒരു ഇലക്ട്രിക് വയർ കട്ട് ചെയ്ത് രാധിക നിൽക്കുന്ന സ്ഥലത്തെ വെള്ളത്തിലേക്ക് ഇടുകയാണ്. അപ്പോൾ രാധികയ്ക്ക് ഷോക്ക് അടിക്കുകയാണ്. ഷോക്ക് അടിക്കുന്ന രാധിക അലറി വിളിക്കുകയാണ്. അതെല്ലാം കാണുന്ന അഹാന അവിടെ നിന്നും പോകുന്നു. ഷോക്കിൽ നിന്ന് രക്ഷപ്പെടുന്ന രാധികയ്ക്ക് വയർ എങ്ങനെയോ കട്ടായി വെള്ളത്തിൽ വീണതാണെന്ന് മനസ്സിലാവുകയാണ്. മറുവശത്ത് ഓഫീസിൽ വരുന്ന ആര്യമിനോട് ആദർശിന്റെ ഫ്രണ്ടായ റിപ്പോർട്ടർ ചങ്കിസ്ഥാനിലെ പോർട്ടിൽ പോയിരുന്നു. റിപ്പോർട്ടർ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. അയാളുടെ ക്യാമറ കിട്ടിയിട്ടുണ്ട്, അതിൽ കുറെ പ്രത്യേകതയുള്ള ഫോട്ടോകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആദർശ് പ്രൊജക്ടർ വഴി ഫോട്ടോസ് ആര്യമിന് കാണിച്ചു കൊടുക്കുകയാണ്. അതിൽ പർമീത്തിന്റെയും അർജിത്തിന്റെയും ഫോട്ടോ കണ്ട് ഞെട്ടി എഴുന്നേൽക്കുകയാണ് ആര്യമൻ. ആര്യമിന് കണ്ണിൽ കാണുന്നത് വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുകയാണ്. ആര്യമൻ ആദർശിനോട് ഈ ഫോട്ടോയുടെ ക്ലിയർ ഇമേജ് വേണമെന്ന് പറയുകയാണ്. അടുത്ത സീനിൽ രാധിക പൊള്ളിയ ഭാഗത്ത് ഓയിൽമെന്റ് തേച്ച് വരികയാണ്. അപ്പോൾ പാട്ട് കേൾക്കുന്ന രാധിക പാട്ട് കേൾക്കുന്ന ഭാഗത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ അഹാനയും ആര്യമിനും റൊമാൻറ്റിക്കായി ഡാൻസ് ചെയ്യുകയാണ്. അവർ ചേർന്നും തൊട്ടുരുമിയും ഡാൻസ് ചെയ്യുന്നത് കാണുന്ന രാധിക ഷോക്ക് അടിച്ചതുപോലെ നിൽക്കുകയാണ്. ദേഷ്യം വരുന്ന രാധിക അവരുടെ അടുത്തേക്ക് പോവുകയാണ്. അത് കാണുന്ന പ്രഥമ രാധികയുടെ അടുത്തേക്ക് ഫ്ലവർ വേസ് എറിയുകയാണ്. അപ്പോൾ രാധികയുടെ ശ്രദ്ധ മാറുകയും പാട്ട് കേൾക്കുന്നത് നിൽക്കുകയും ചെയ്യുന്നു. രാധിക നോക്കുമ്പോൾ ആര്യമനും അഹാനയും ഡാൻസ് ചെയ്ത് നിന്ന സ്ഥലത്ത് അവരെ ഇപ്പോൾ കാണുന്നില്ല. അവരെ കാണാത്തത് കൊണ്ട് ടെൻഷൻ അടിക്കുന്ന രാധിക അവിടെ എല്ലാ സ്ഥലത്തും അവർ രണ്ടുപേരെയും നോക്കുകയാണ്. വീണ്ടും അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പാട്ട് കേൾക്കുന്ന സ്ഥലത്ത് രാധിക പോവുകയും രാധികയുടെ ശ്രദ്ധ മാറുകയും അങ്ങനെ രാധികയെ അവിടെ എല്ലായിടത്തും ഓടിക്കുകയാണ്. അഹാനയും ആര്യമനായി രൂപം മാറിയ ഫാണിയും. അവസാനം ദേഷ്യം വരുന്ന രാധിക ഹോളിലെ ലൈറ്റ് ഇടുകയാണ്. അപ്പോൾ അഹാന മാത്രം ഒറ്റയ്ക്ക് ഡാൻസ് ചെയ്യുകയാണ്. അത് കണ്ട് ദേഷ്യം വരുന്ന രാധിക അഹാനയുടെ അടുത്ത് പോയിട്ട് അഹാനയുടെ കയ്യിൽ ടൈറ്റായി പിടിച്ചിട്ട്, നീ ഇവിടെ ഡ്രാമ ചെയ്യുകയാണോ? നീ എന്റെ ആര്യമിന്റെ കൂടെ ഇങ്ങനെയൊക്കെ ഡാൻസ് ചെയ്യുന്നത് കണ്ട് ഞാൻ നോക്കി നിൽക്കുമെന്ന് നീ വിചാരിച്ചോ എന്നൊക്കെ അലറിക്കൊണ്ട് ദേഷ്യത്തോടെ ചോദിക്കുകയാണ് രാധിക. ഇതെല്ലാം മാറി നിന്ന് ഫാണിയും പ്രഥമും കാണുന്നു. രാധികയുടെ സൗണ്ട് കേട്ട് അവിടേക്ക് പർമീത്തും പർജീത്തും എല്ലാവരും വരുന്നു. അഹാനയോട് രാധിക ആര്യമിൻ എവിടെയെന്ന് ചോദിക്കുകയാണ്. ആ സമയം അവിടേക്ക് ആര്യമിൻ വരുന്നു. ആര്യമിൻ അവിടെ എന്തോ പ്രശ്നം ഉണ്ടായി എന്ന് മനസ്സിലാവുകയാണ്. അത് മനസ്സിലാക്കുന്ന ആര്യമിൻ അഹാനയുടെയും രാധികയുടെയും അടുത്ത് പോയിട്ട് ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന അഹാന ആര്യമിനോട് കാര്യം പറയുകയാണ്. ആര്യമിന് അഹാനയും റൊമാൻറ്റിക് സോങ്ങിന് ഡാൻസ് ചെയ്യുന്നത് കണ്ടു എന്ന് രാധിക പറയുന്നു എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന ആര്യമിൻ അഹാനയെ നോക്കിയിട്ട്, ഞാൻ ഇവളുടെ കൂടെ ഡാൻസ് ചെയ്യുകയോ? ഒരിക്കലുമേ
സാധ്യമല്ല, ഇമ്പോസിബിൾ എന്ന് പറയുകയാണ്. ഇതെല്ലാം ഫാണിയും പ്രഥമും മറിഞ്ഞു നിന്ന് കേൾക്കുകയാണ്. എന്റെ ബ്രദറിലേക്ക് ഡാൻസ് അറിഞ്ഞുകൂടെ എങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറയുകയാണ് അഹാന. ഞാൻ ഇപ്പോൾ ഇവിടേക്ക് വന്നതേയുള്ളൂ, പിന്നെ എങ്ങനെയാണ് ഞാൻ ഇവളുടെ കൂടെ ഡാൻസ് ചെയ്യുന്നതെന്ന് പറയുകയാണ് ആര്യമ്മൻ. ഇതെല്ലാം കേട്ട് ദേഷ്യം വരുന്ന രാധിക, ഞാൻ എന്റെ കണ്ണുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഇവിടെയും അവിടെയും എല്ലാ സ്ഥലത്തും നിന്ന് ഡാൻസ് ചെയ്യുന്നത് കണ്ടതാണ്. നിങ്ങൾ രണ്ടുപേരും ഡ്രാമ ചെയ്യുകയാണോ? ആര്യമ്മൻ ഇവിടെ ഇല്ലായിരുന്നു എങ്കിൽ എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണ് രാധിക. അത് കേൾക്കുന്ന പർമീത് ആര്യമ്മനോട് എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. എവിടെയായിരുന്നാലും ഇവളുടെ കൂടെ ഡാൻസ് ചെയ്യുകയല്ലായിരുന്നു എന്ന് പറയുകയാണ് ആര്യമ്മൻ. അത് കേൾക്കുന്ന അഹാന രാധികയെ ചേച്ചി എന്ന് വിളിക്കുന്നത് കേൾക്കുന്ന രാധികയ്ക്ക് ദേഷ്യം വരികയാണ്. രാധിക അഹാനയോട്, ഞാൻ ആരുടെയും ചേച്ചിയല്ല, നീ എന്നെ അങ്ങനെ വിളിക്കേണ്ട, നീ നാഗകന്യകയാണെന്ന് പറയുകയാണ്. അത് കേട്ട് എല്ലാവരും പേടിച്ചു നിൽക്കുകയാണ്. രാധികയെ നോക്കി അഹാന, ഞാൻ നാഗകന്യകയാണെങ്കിൽ നീ ഒരു ഡ്രാഗൺ ആയിരിക്കുമെന്ന് പറയുകയാണ്. അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് എല്ലാവരും. അത് കേട്ട് ദേഷ്യം വരുന്ന രാധിക അഹാനയോട് പുറത്തേക്ക് പോകാൻ പറയുകയാണ്. അത് കേൾക്കുന്ന അഹാന അവിടെ നിന്ന് പോകുന്ന വഴി ഫാണിയെ നോക്കി കണ്ണുകൊണ്ട് ആക്ഷൻ കാണിക്കുകയാണ്. അത് മനസ്സിലാക്കുന്ന പ്രഥമ മാറി നിന്ന് നാഗമായി മാറി അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. ശേഷം രാധികയുടെ ഫോൺ റിങ് ചെയ്യുന്നത് കാണുന്ന രാധിക ഫോൺ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. രാധികയെ വിളിച്ചത് പൂരവായിരുന്നു. പൂരവ് വേറൊരു നമ്പറിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത്. രാധിക പൂരവിനോട് കാര്യങ്ങളെല്ലാം പറയുകയാണ്. രാധിക സംസാരിക്കുന്നത് പൂരവിനോടല്ല, പ്രഥമിനോടാണ്. ഈ സമയം അഹാന ബാഗുമായി പോകാൻ റെഡിയായി വരികയാണ്. അഹാന പോകുന്നതിൽ ടീന വിഷമിച്ച് നിൽക്കുകയാണ്. അഹാന പോകാൻ തുടങ്ങുന്നതും അവിടെ വരുന്ന രാധിക അഹാനയോട് എവിടെ പോകുന്നു എന്ന് ചോദിക്കുകയാണ്. ചേച്ചി പറഞ്ഞത് കൊണ്ട് ഞാൻ ഈ വീട് വിട്ടു പോകുന്നു എന്ന് പറയുകയാണ് അഹാന. അത് കേൾക്കുന്ന രാധിക, നേരത്തെ ഞാൻ അഹാനയോട് പുറത്തു പോകാൻ പറഞ്ഞു കാണും, പക്ഷെ ഇനി പുറത്തു പോകാൻ കഴിയില്ല എന്ന് പറയുകയാണ്. അതെല്ലാം കണ്ട് കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് പർമീതും പർജീത്തും. സഹോദരങ്ങളാകുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളത് യൂഷ്വൽ അല്ലേ? നീ നിന്റെ സ്വന്തം ബ്രദറിലയുടെ കൂടെ ഡാൻസ് ചെയ്തതല്ലേ ഉള്ളൂ, വിവാഹം കഴിച്ചില്ലല്ലോ, നീ എങ്ങനെയുള്ള ഡാൻസ് വേണമെങ്കിലും ചെയ്തോ, എനിക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് പറയുകയാണ് രാധിക. അത് കേൾക്കുന്ന ആര്യമ്മ, ഞാൻ ഇവളുടെ കൂടെ ഒരിക്കലും ഡാൻസ് ചെയ്യില്ല, അതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന അഹാന ആര്യമ്മിനെ നോക്കുകയാണ്. ആര്യമ്മിനും അഹാനയെ നോക്കി പഴയതെല്ലാം ഓർമ്മിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ അവരുടെ മുന്നിൽ നിൽക്കുന്നത് രാധികയല്ല, ഫാണിയാണ്. യഥാർത്ഥ രാധിക ഇപ്പോഴും പൂരവായ പ്രഥമിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. രാധിക വരുന്നത് കാണുന്ന ഫാണി ആരും കാണാതെ അവിടെ നിന്നും പോവുകയാണ്. ആര്യമ്മിനും അഹാനയും കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുകയാണ്. അവിടെ വരുന്ന രാധിക അഹാനയോട്, ഇവിടെ എന്താണ് നടക്കുന്നത്, നീ ബാഗ് പാക്ക് ചെയ്തില്ലേ എന്ന് രാധിക അഹാനയോട് ചോദിക്കുമ്പോൾ, ബാഗ് പാക്ക് ചെയ്തു, പക്ഷേ ഇനി ഇതെല്ലാം അൺപാക്ക് ചെയ്യണം, കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം എന്ന് പറയുകയാണ് അഹാന. അത് കേൾക്കുന്ന രാധിക, ഞാൻ എപ്പോഴാണ് ഇതെല്ലാം പറഞ്ഞതെന്ന് അത്ഭുതത്തോടെ ചോദിക്കുകയാണ്. അതെല്ലാം കേട്ട് എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. അഹാന സന്തോഷത്തോടെ ചേച്ചി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. പിങ്കിയും ടീനയും നിഷയും രാധികയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് ആലോചിച്ച് നിൽക്കുകയാണ്. അവരുടെ എല്ലാവരുടെയും പ്രവൃത്തിയിലും വാക്കുകളിലും ഡൗട്ട് തോന്നുന്ന രാധിക പൂരവിനെ ഫോണിൽ വിളിച്ചിട്ട് പൂരവിനോട് നേരത്തെ വിളിച്ചിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല എന്ന് പൂരവ് പറയുന്നത് കേൾക്കുന്ന രാധികയ്ക്ക് ഇതെല്ലാം ഫാണിയുടെ പ്ലാൻ ആയിരിക്കും, ഇല്ലെങ്കിൽ അനന്തയുടെ ഓർമ്മ തിരിച്ചു കിട്ടി കാണും, അത് കണ്ടുപിടിക്കണം, ഇനി ഡ്രാഗന്റെ നേരെയായിരിക്കും അവരുടെ അടുത്ത നീക്കമെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് രാധിക. അടുത്ത സീനിൽ ആര്യമിന്റെ അടുത്ത് വരുന്ന സൂസി ആര്യമിനോട് അഹാനയെ കുറിച്ച് പറയുകയാണ്. ഇതെല്ലാം രാധിക കേൾക്കുന്നുണ്ട്. അഹാന മാമിനെ അന്വേഷിച്ച് വന്നതാണ്, തിരിച്ചു പോകാൻ എനിക്ക് കഴിയില്ല, എന്റെ ജീവൻ ആപത്തിലാണ്, സാറിന് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. പ്രഥമിനെ കാണിച്ചിട്ട് ഇത് എന്റെ ഹസ്ബൻഡ് ആണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് സൂസി. സൂസി കെഞ്ചി പറയുന്നത് കേൾക്കുന്ന ആര്യമ്മൻ അവരോട് അവിടെ താമസിക്കാൻ സമ്മതിക്കുകയാണ്. ഇതെല്ലാം കേട്ട് നിൽക്കുന്ന രാധിക അവരുടെ അടുത്തേക്ക് പോയിട്ട് ഇവര് എന്തിനാണ് ഇവിടെ താമസിപ്പിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ആര്യമ്മൻ, ഞാൻ പറയുന്നത് കേൾക്കാതെ നീ ഒരാളെ ഇവിടെ താമസിച്ചിരിക്കുകയല്ലേ, അപ്പോൾ സൂസി ഇവിടെ താമസിക്കുമെന്ന് പറയുന്നത് കേൾക്കുന്ന രാധിക ദേഷ്യത്തോടെ സൂസിയെ നോക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നു. ആ സമയം ആര്യമ്മന്റെ ഫോണിൽ ഒരു മെസ്സേജ് വരുന്നത് കാണുന്ന ആര്യമ്മൻ സൂസിയോടും പ്രഥമനോടും അകത്തേക്ക് പോകാൻ പറയുകയാണ്. അത് കേൾക്കുന്ന അവർ അകത്തേക്ക് പോകുന്നു. ശേഷം ആര്യമ്മൻ മെസ്സേജ് നോക്കുമ്പോൾ ആദർശ അയച്ച മെസ്സേജിൽ പർമീതിന്റെയും പർജിത്തിന്റെയും ഫേസ് ക്ലിയറായി ഫോട്ടോയിൽ കാണുന്ന ആര്യമ്മൻ ഞെട്ടി നിൽക്കുകയാണ്. തുടർന്ന് ഉറങ്ങിക്കിടക്കുന്ന പർമീതിന്റെ അടുത്ത് പോകുന്ന ആര്യമ്മൻ പർമീതിനെ വിളിച്ചുണർത്തുകയാണ്. കണ്ണു തുറക്കുന്ന പർമീതിനോട് ആര്യമ്മൻ ഫോണിലുള്ള ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ചങ്കിസ്ഥാനിലെ പോർട്ടിലേക്ക് എന്തിനാണ് പോയതെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന പർമീത് അവിടെ നിന്ന് എഴുന്നേൽക്കുകയും ആര്യമ്മനെ നോക്കി കുതിരകൾ ഉണ്ടാക്കുന്ന സൗണ്ട് ഉണ്ടാക്കുകയും ചെയ്യുകയാണ്. അതെല്ലാം കണ്ട് ആര്യമ്മൻ ഡാഡി എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. പർമീത് ആര്യമ്മനെ ഉപദ്രവിക്കുകയും കുതിരകളെ പോലെ ഓടുകയും ചെയ്യുകയാണ്. ആര്യമ്മന്റെ സൗണ്ട് കേട്ട് അവിടെ പിങ്കിയും നിഷയും പർജീത്തും വരുന്നു. അവർ പർമീതിനെ പിടിച്ച് കൺട്രോളിൽ കൊണ്ടുവരാൻ നോക്കുകയാണ്. പക്ഷേ പർമീത് ചെയ്യുന്നതെല്ലാം കുതിരയെ
പോലെയാണ്. പർമീത്ത് കുതിരയെ പോലെ റൂം മുഴുവൻ ഓടി നടക്കുകയാണ്. അത് കണ്ട് എല്ലാവരും ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഡാഡി ചോദിച്ചതിന് മറുപടി തന്നില്ല എന്ന് പറഞ്ഞ് കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് ആര്യമ്മൻ. നേരത്തെ ഫാണി പർമീത്തിന് കുതിരയ്ക്ക് കൊടുക്കുന്ന ഇഞ്ചക്ഷൻ കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് പർമീത്ത് കുതിരകളെ പോലെ പെരുമാറിയത്. എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ആലോചിച്ച് നിൽക്കുന്ന ആര്യമ്മൻ ആ റൂമിന്റെ അകത്ത് അലമാര ഇഴിച്ച് നീക്കിയ അടയാളം തറയിലുള്ളത് കാണുന്നു. അത് കാണുന്ന ആര്യമ്മൻ അലമാര മാറ്റി നോക്കുമ്പോൾ അലമാരയുടെ പുറകിലായി ഒരു ഡോറ് കാണുന്ന ആര്യമ്മൻ ആ ഡോറ് തുറന്ന് അകത്തേക്ക് കയറുകയാണ്. അവിടെ രാജ്യത്ത് നടന്ന അറ്റാക്കിനെ കുറിച്ചുള്ള ന്യൂസ് പേപ്പർ കട്ടിങ്സും അവരുടെ പ്ലാനിങ്സിന്റെ ഡീറ്റെയിൽസും പർമീത്തിന്റെയും ബർജീത്തിന്റെയും ചങ്കിസ്ഥാനിലെ പാസ്പോർട്ട്സും ഗൺസും ബോംബുകളും എല്ലാം ഇരിക്കുന്നത് കണ്ട് ഷോക്കിൽ നിൽക്കുകയാണ് ആര്യമ്മൻ. ആരെയാണോ സ്വന്തം കുടുംബം എന്ന് വിചാരിച്ച് സ്നേഹിച്ചത് അവർ ചങ്കിസ്ഥാനികളാണെന്ന് അറിഞ്ഞതിൽ വിഷമിച്ചു നിൽക്കുകയാണ് ആര്യമ്മൻ. ആര്യമ്മന്റെ സ്വന്തം ഡാഡി രാജ്യത്തിന് വേണ്ടി മരിച്ച വ്യക്തിയാണ്. ഇനി ആ ഡാഡിയുടെ കടമ എനിക്ക് നിർവഹിക്കണം. ഈ ചങ്കിസ്ഥാനികൾക്ക് കൊടുക്കേണ്ട ശിക്ഷ ഞാൻ കൊടുക്കും. ഇവരുടെ അടയാളം പോലും ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ആര്യമ്മൻ. അടുത്ത സീനിൽ ചങ്കിസ്ഥാനികളുടെ യഥാർത്ഥ പ്ലാൻ അറിയാനും അവരുടെ അടുത്ത് പോകാനും വേണ്ടി ആര്യമ്മൻ ഒരു പ്ലാൻ ചെയ്യുകയാണ്. ആര്യമ്മൻ പർമീത്തിനെയും ബർജീത്തിനെയും ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് അവരോട് ഒരു ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഈ സ്ക്രൂ വഴി ചങ്കിസ്ഥാനികൾ എന്തോ ഒരു പ്ലാൻ നടത്തുന്നുണ്ട്. അത് നമ്മുടെ ചാനലിൽ എക്സ്ക്ലൂസീവായി ചെയ്യുകയാണെങ്കിൽ ഈ രാജ്യം മുഴുവൻ കാണുമെന്ന് പറയുന്നത് കേട്ട് ദേഷ്യം വരുന്ന പർമീത്ത് അത് വളരെ ഡേഞ്ചറാണ്. ഈ ന്യൂസ് നമ്മൾ ചെയ്യുന്നില്ല. എനിക്ക് നിന്നെ നഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയില്ല എന്നൊക്കെ വളരെ ഇമോഷണലായി പറയുകയാണ് പർമീത്ത്. അത് കേൾക്കുന്ന ആര്യമ്മനും ആദർശം അവിടെ നിന്നും പോകുന്നു. ആര്യമ്മൻ പോകുന്നത് കാണുന്ന പർമീത്ത് നമുക്ക് സ്ക്രൂവിലേക്ക് പോകണമെന്ന് പറയുകയാണ്. ശേഷം അടുത്ത സീനിൽ പർമീത്തും ബർജീത്തും സ്ക്രൂവിൽ വരികയാണ്. നമ്മൾ ചങ്കിസ്ഥാനികളെ രക്ഷപ്പെടുത്തിയാൽ ഭാഷയ്ക്ക് ഒത്തിരി സന്തോഷം തോന്നുമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അകത്തേക്ക് കയറി പോവുകയാണ്. ഇതെല്ലാം കണ്ട് ഒരു അറബിയുടെ വേഷത്തിൽ ആര്യമ്മനും അവിടെയുണ്ട്. ആര്യമ്മൻ ആദർശിനെ വിളിച്ചിട്ട് അപ്ഡേറ്റ്സ് അറിയിക്കാമെന്ന് പറയുകയാണ്. ഈ സമയം ചങ്കിസ്ഥാനികൾ പ്ലാൻ ചെയ്യുന്ന സ്ഥലം കണ്ടുപിടിച്ച് പർമീത്തും ബർജീത്തും അവരുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവരുടെ മുന്നിലായി ആര്യമ്മൻ വരുന്നു. ആര്യമ്മൻ രാജ്യത്തിന് വേണ്ടി വന്നതാണെന്ന് പറയുമ്പോൾ ഞാൻ നമ്മുടെ ചാനലിന് വേണ്ടി ന്യൂസ് കവർ ചെയ്യാൻ വന്നതാണെന്ന് പറയുകയാണ് പർമീത്ത്. ചങ്കിസ്ഥാനികളെ കുറിച്ച് ഇൻഫർമേഷൻ കിട്ടുന്ന ആര്യമ്മൻ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ പർമീത്ത് ചങ്കിസ്ഥാനികളുടെ അടുത്ത് പോയിട്ട് അവരോട് ഇവിടെ ഇന്റലിജൻസ് പോലീസ് വന്നിട്ടുണ്ടെന്നും എല്ലാവരും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണമെന്നും പറയുകയാണ്. അത് കേട്ട് അവരെല്ലാവരും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയം അവിടെ പോലീസും ആര്യമ്മനും വരുന്നു. പർമീത്തും ബർജീത്തും അവിടെ മറിഞ്ഞിരിക്കുകയാണ്. ചങ്കിസ്ഥാനികളിൽ കുറച്ചുപേർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. ബാക്കിയുള്ളവർ പോലീസിനെ എല്ലാം ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. എന്നിട്ട് അവർ പർമീത്തിന്റെ കയ്യിൽ ഗണ്ണ് കൊടുത്തിട്ട് ആര്യമ്മനെ ഷൂട്ട് ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ പർമീത്ത് ആര്യമ്മനോട് ഞാൻ നിന്നെ ഒരിക്കലും എന്റെ മകനായി അംഗീകരിച്ചിട്ടില്ല. എനിക്ക് എന്റെ പഴയ സ്റ്റാറ്റസ് തിരിച്ചു വേണമെന്ന് പറഞ്ഞ് പർമീത്ത് ആര്യമ്മനെ ഷൂട്ട് ചെയ്യുകയാണ്. അത് കണ്ട് വിഷമവും പേടിയും കാരണം ആര്യമ്മൻ കണ്ണടച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആര്യമ്മന്റെ നെഞ്ചിൽ തറയ്ക്കേണ്ട ബുള്ളറ്റ് അഹാന പിടിക്കുകയാണ്. അഹാനയെ കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. അഹാന പകുതി നാഗമായി മാറുന്നു. അഹാന ആര്യമ്മന്റെ പുറകിലായി നിൽക്കുകയാണ്. കണ്ണു തുറക്കുന്ന ആര്യമ്മൻ രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ അവർ വീണ്ടും ആര്യമ്മനെ കൊല്ലാൻ വേണ്ടി ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ അഹാന ആര്യമ്മനെ അവിടെയുള്ള അണ്ടർഗ്രൗണ്ടിലേക്ക് തള്ളിയിടുകയാണ്. താഴെ വീഴുന്ന ആര്യമ്മന്റെ ബോധം പോകുന്നു. അതെല്ലാം കാണുന്ന ചങ്കിസ്ഥാനികൾ അഹാനയെ ഷൂട്ട് ചെയ്യുകയാണ്. അഹാന അവരെ എല്ലാവരെയും ഉപദ്രവിക്കുകയാണ്. എന്റെ ആര്യമ്മനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന് ചോദിച്ചാണ് അഹാന അവരെ എല്ലാവരെയും ഉപദ്രവിക്കുന്നത്. അഹാന വാലുകൊണ്ട് ചുറ്റി എല്ലാവരെയും അറ്റാക്ക് ചെയ്യുകയും ശേഷം കൊല്ലുകയും ചെയ്യുകയാണ്. ഇതെല്ലാം കണ്ട് പേടിച്ചു നിൽക്കുകയാണ് പർമീത്തും ബർജീത്തും. അഹാന അവരോട് എല്ലാ കാര്യങ്ങളും പറയുകയാണ്. അനന്തയുടെയും രാകേഷിന്റെയും വിവാഹ ദിവസം പൂർവിയുടെ ഫാമിലിക്ക് സംഭവിച്ചതെല്ലാം ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ് അഹാന. എന്നിട്ട് അവരെയും അഹാന വാലുകൊണ്ട് ചുറ്റി ഉപദ്രവിക്കുകയാണ്. അവസാനം അവരെ അഹാന കൊല്ലാൻ ശ്രമിക്കുന്ന സമയം അവിടേക്ക് ഡ്രാഗൺ വരുന്നു. ഡ്രാഗൺ രാധികയായി മാറുന്നു. പർമീത്തും ബർജീത്തും അതെല്ലാം കണ്ട് പേടിച്ച് മറിഞ്ഞിരിക്കുകയാണ്. നിനക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയല്ലേ എന്ന് പറഞ്ഞ് രാധിക ഡ്രാഗണായി മാറി അഹാനയെ എടുത്തുകൊണ്ട് അവിടെ നിന്നും പറന്നു പോകുന്നു. ആ സമയം അവിടെ പോലീസ് വരുന്നത് കാണുന്ന പർമീത്തും ബർജീത്തും അവിടെ നിന്നും ഓടിപ്പോകുന്നു. അടുത്ത സീനിൽ ഡ്രാഗൺ അഹാനയെ എടുത്തുകൊണ്ട് പറന്നുപോയി കാട്ടിന്റെ അകത്ത് എത്തുമ്പോൾ അഹാനയെ താഴേക്ക് ഇടുകയാണ്. ശേഷം അവർ രണ്ടുപേരും പരസ്പരം അഹാന നാഗമായി മാറി രാധിക ഡ്രാഗണായി മാറി അഹാനയെ ഉപദ്രവിക്കുകയാണ്. ഞാൻ എല്ലാം നശിപ്പിക്കും, ആര്യമ്മനെയും കൊല്ലുമെന്ന് പറഞ്ഞ് രാധിക ഡ്രാഗണായി മാറുന്നത് കാണുന്ന അഹാന നാഗമായി മാറി രണ്ടുപേരും ഫൈറ്റ് ചെയ്യുകയാണ്. ആകാശത്ത് വെച്ച് നാഗൻ ഡ്രാഗണെ ചുറ്റി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഡ്രാഗൺ തീ ഊതിയും അറ്റാക്ക് ചെയ്യുകയാണ്. വാശിയോടെ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുകയാണ്. അവസാനം ഭൂമിയിൽ വരുന്ന അഹാന രാധികയെ വാലുകൊണ്ട് ചുറ്റി പിടിച്ചിട്ട് രാധികയോട് ചേച്ചി എന്ന നിലയിൽ ആര്യമ്മനെ ഒഴിച്ച് എന്ത് വേണമെങ്കിലും ചോദിച്ചാൽ ഞാൻ സന്തോഷത്തോടെ തരുമെന്ന് വാക്കുകൊടുത്ത് രാധികയെ വിടുകയാണ് അഹാന. ഇതുപോലെയായിരുന്നു നിന്റെ അമ്മയും എനിക്ക് വാക്ക് തന്നിട്ട് പോയത്. എനിക്ക് സ്നേഹമുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നിന്നോട് എനിക്ക് വെറുപ്പ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം ഞാൻ തട്ടിയെടുക്കുമെന്നും
ഈ ലോകം ഇനി എന്റേത് മാത്രമാണ്, നിന്റെ ആര്യമ്മനും ഞാൻ തന്നെ ജയിക്കുമെന്ന് രാധിക പറയുന്നത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുന്ന അഹാനയോട് രാധിക, നിനക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയ സ്ഥിതിക്ക് ഇനി നിന്റെ സമ്മതത്തോടെ തന്നെ ഗുപ്ത ക്ഷേത്രത്തിലേക്ക് പോകാം, എന്നിട്ട് എനിക്ക് ആവശ്യമുള്ളത് സ്വന്തമാക്കാൻ കഴിയുമെന്ന് പറയുകയാണ്. നിനക്ക് എന്താണ് ആവശ്യമെന്ന് അഹാന ചോദിക്കുന്നത് കേൾക്കുന്ന രാധിക, കാത്തിരുന്നാൽ മതി, എല്ലാം മനസ്സിലാകുമെന്ന് പറയുകയാണ്. ശേഷം അഹാന 5 തലയുള്ള നാഗമായി മാറി ഡ്രാഗണുമായി ഫൈറ്റ് ചെയ്യുകയാണ്. രണ്ടുപേരും വാശിയോടെ പരസ്പരം അറ്റാക്ക് ചെയ്യുകയാണ്. അവസാനം രാധിക അഹാനയോട്, ഇപ്രാവശ്യം നിനക്ക് എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല, ഞാൻ എന്താണോ നേടണമെന്ന് ആഗ്രഹിച്ചത് അത് നേടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് രാധിക ഡ്രാഗണായി മാറി അവിടെ നിന്ന് പോകുന്നു. ഡ്രാഗൺ പോകുന്നത് നോക്കി ദേഷ്യത്തോടെ നിൽക്കുകയാണ് അഹാന. അടുത്ത 48 മണിക്കൂറിനകം ഗുപ്ത ക്ഷേത്രത്തിന്റെ വാതിൽ എല്ലാ നാഗങ്ങൾക്കും വേണ്ടി തുറക്കും. മഹാദേവനെ ഭൂമിയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അഹാനയും രാധികയും ശ്രമിക്കുകയാണ്. ആർക്കാണ് അതിന് കഴിയുന്നതെന്ന് അറിയാൻ ക്ലൈമാക്സ് എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്